ഞാൻ കുറച്ച് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നേ, അത് ഞാൻ വിഡ്രോ ചെയ്തിട്ടുണ്ട്. കാരണം അതിൻ്റെ ഭാഗത്ത് നിന്ന് അറിയാതെ ഒരു അൺപാർലമെൻറ്റ് വാക്ക് വന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആണ് ഞാനത് വിഡ്രോ ചെയ്തത്. ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ശരത് ലാലിൻ്റെയും കൃപേഷിൻ്റെയും കൊലപാതകളെ കോടതി സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ കൊടും ക്രിമിനൽ പശ്ചാത്തലമുള്ള തെമ്മാടികൾക്ക് അഭിവാദ്യം അർപ്പിച്ചിട്ട് കുറേ വേട്ടാവളിയന്മാർ. അപ്പം നമുക്ക് ആദ്യം ആ മുദ്രാവാക്യം ഒന്ന് കേട്ടോക്കാം. ഈ നായ്ക്കാട്ടങ്ങൾ ആ തമ്മാടികൾക്ക് അഭിവാദ്യം അർപ്പിക്കുന്ന ആ മുദ്രാവാക്യം. ഇതിവരെ കുറെ കുടയ്ക്കുന്ന പാട്ടും വെച്ചിട്ടാണ് ഇപ്പൊ ഈ അഭിവാദ്യം അർപ്പിക്കുന്നത്. ഇത് കേൾക്കുന്നവർ വിചാരിക്കുക ഇന്ത്യയും പാകിസ്ഥാനുമുള്ള യുദ്ധത്തിൽ പോയി പങ്കെടുത്തിട്ട് ഇന്ത്യക്ക് വേണ്ടി പോരാട്ടം നയിച്ചിട്ട് വിജയിച്ച് വന്നതിനുള്ള അഭിവാദ്യം എന്നാ വിചാരിക്കുക. പക്ഷെ ഈ നായ്ക്കാട്ടങ്ങള് രണ്ട് നിരപരാധിയായ കുഞ്ഞുങ്ങളെ വെട്ടിക്കൊന്ന തെമ്മാടികൾക്ക് ആണ് അഭിവാദ്യം വിളിക്കുന്നത്. ദൈവത്തിന്റെ സ്വന്തം നാടാ, അങ്ങനെയാണ് വെപ്പ്. ഇവറ്റകൾ ഉള്ള നാട് മുച്ചൂട് മുടിയ എന്നല്ലാതെ എവിടെയെങ്കിലും അത് ആ രാജ്യം അല്ലെങ്കിൽ ആ പ്രദേശം മുന്നോട്ട് വന്നിട്ടുണ്ടോ? ഇല്ല. ചരിത്രം നിങ്ങളുടെ അടുത്ത് പരിശോധിച്ചാൽ സോവിയറ്റ് യൂണിയൻ, റഷ്യ, ചൈന അടക്കം നോക്കിയാൽ ചൈനയിൽ ഇപ്പം ലേശം പുരോഗതി ഉണ്ട്, പക്ഷെ അവിടുത്തെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല. അപ്പം അത് ഈ നശിച്ച പ്രത്യശാസ്ത്രത്തിൽപ്പെട്ട കമ്മ്യൂണിസ്റ്റ് അല്ല ഞാൻ വിചാരിക്കുന്നത്. അതിന് കുറച്ച് മാറ്റങ്ങളുണ്ട്, അതുകൊണ്ട് കുറച്ചത് പിടിച്ച് നിൽക്കുന്നുണ്ട്. ഏതായാലും ഈ മറ്റ് മേഖലകളിൽ ഇവറ്റകൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നശിച്ച് നാരായണക്കല്ലെടുത്തിട്ടേ ഉള്ളൂ. അതായത് എന്താ പറയുക, കണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയുള്ള വർഗങ്ങളെ കളവ് പ്രചരിപ്പിക്കാനും മനുഷ്യന്മാരെ കൊന്നു തള്ളാനും എന്നിട്ട് ആ കൊന്നു തള്ളിയവരെ പൂമാലിട്ട് സ്വീകരിക്കാനും ഒരു ഉളുപ്പും ഇല്ലാത്ത ഒരു വർഗങ്ങളായത് കേട്ടാ. ഇനി ഇവന്റെയൊക്കെ വേറൊരു വടുവൻ, അതായത് ഇവന്റെയൊക്കെ നേതാവ് എന്ന് പറയുന്ന ഒരു വടുവൻ, അയാൾ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അത് കേൾക്കാം ഇനി. ഓക്കെ, സംബന്ധിച്ച് പറയുന്നിടത്ത് തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂടിൽ CPM-ന്റെ 2 പ്രവർത്തകന്മാരെ തിരുവോണത്തിന്റെ വെഞ്ഞാറമൂട് 2 CPM-ന്റെ പ്രവർത്തകന്മാരെ കൊന്നു തള്ളി പോലും കോൺഗ്രസ്സുകാർ. ഈ വടുവൻ പറയാതാണ്. എന്നിട്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റിനകത്തുള്ള ഒരു മാധ്യമങ്ങളും ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് ഈ വടുവന്റെ വിടുവായിത്തം. ആരായി പറയുന്നതും കൂടി നോക്കണേ. നിരവധി കൊലക്കേസിനകത്ത് പ്രതിയേർക്കപ്പെട്ട് കുറ്റവാളിയാണ് കണ്ടെത്തി കോടതി ശിക്ഷ വിധിച്ച ഒരു നാണംകെട്ട വടുവനാണ് ഈ പറഞ്ഞ ഇയാള്. പക്ഷെ ഈ വടുവന് ഈ ചർച്ചയൊന്നും കേട്ടിട്ടുണ്ടാവത്തില്ല. അന്ന് ആ വെഞ്ഞാറമൂട് കൊലപാതകവുമായി ബന്ധപ്പെട്ട് പച്ചക്കളവുകൾ പറഞ്ഞിട്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ അടക്കം വ്യക്തിഹത്യ ചെയ്ത് ആഴ്ചകളോളം ചർച്ച ചെയ്തത് സമൂഹവും കേരളവും കേട്ടിട്ടുണ്ട്. ഈ വടുവൻ കേട്ടിട്ടില്ലെങ്കിൽ മനസ്സിലായ. എന്നിട്ട് അവസാനം ആ കേസ് അന്വേഷിക്കുന്നത് നിങ്ങളെ ഭരണകൂടാ, നിങ്ങളാ ഭരിക്കുകയും ചെയ്യുന്നത്. നിങ്ങൾക്ക് പങ്കുണ്ടെന്നാണല്ലോ നിങ്ങൾ പറഞ്ഞു വെക്കുന്നത്. അത്ര ഉണ്ടെങ്കിൽ നിങ്ങൾ ആഭ്യന്തരത്തിനോട് പറഞ്ഞിട്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് ആ ഗൂഢാലോചന പങ്കുണ്ടെങ്കിൽ പിടിച്ച് അറസ്റ്റ് ചെയ്ത് അവരെ തൂക്കിക്കൊല്ല. അതിലൊന്നും നമ്മൾ സർക്കാരിന്റെ ഖജനാവെന്ന് കാശെടുത്തിട്ട് ആ കൊലപാതകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ഡൽഹിയിൽ നിന്നും അങ്ങ് അമേരിക്കയിൽ നിന്നും വക്കീലിൽ നിന്നും കൊണ്ടുവന്ന പാരമ്പര്യം അങ്ങനെ കൊണ്ടുവരുത്തൂല, അത് വിഷയം പോലെ. പക്ഷെ ആ അന്വേഷണം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഫുൾ സ്റ്റോപ്പ് ആകുന്നു. എന്തുകൊണ്ട് ഫുൾ സ്റ്റോപ്പ് ആകുന്നു? അവിടെ നേരെ അന്വേഷണം പോയി എത്തുന്നത് ഇവരെ നേതാക്കന്മാരുടെ വീട്ടുമുറ്റത്തേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ എത്തിയത്. അത് മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് അതിന് മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ള വിടുവായിത്തം വിളിച്ച് പറയണ്ട. അങ്ങനെ യൂത്ത് കോൺഗ്രസിന്റെ അന്നത്തെ സ്റ്റേറ്റ് പ്രസിഡന്റായ ഷാഫിയെ പോലും വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിൽ ഈ ലുട്ടാപ്പി റഹീമൊക്കെ ചാനൽ ചർച്ചയിൽ വന്നിട്ട് ഉടുപ്പില്ലാതെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇല്ലേ? ഡ്രാക്കുളയാന്നൊക്കെ വിളിച്ച് ഓർക്കുന്നുണ്ടോ? ഈ വെട്ടാവളി അല്ലെ ഈ വടുവൻ ഇതൊന്നും കേട്ടിട്ടില്ലേ? എന്നിട്ട് പറയാ ഇവിടെ CPM-കാർ കൊല്ലപ്പെടുമ്പോൾ ആരും ചർച്ച ചെയ്യുന്നില്ല, പക്ഷേ CPM-മാർ തിരിച്ചു കൊന്നു കഴിഞ്ഞാൽ അതൊക്കെ അങ്ങ് ചർച്ചയാക്കുന്നു എന്നൊക്കെ ഉളുപ്പില്ലാതെ പറയാൻ നിങ്ങളെ കൊണ്ടല്ലേ പറ്റൂ, അല്ലേ?
ഇത് കേരളത്തിലെ ജനങ്ങൾ, ബോധമുള്ള ജനങ്ങളുണ്ട്, മുഴുവൻ എന്താ പറയേണ്ടത്, ഈ സഖാക്കളല്ല, അന്തംകമ്മികളല്ല, വിവരമില്ലാത്ത അന്തംകമ്മികളല്ല. ഓക്കെ, അത് മനസ്സിലാക്ക് വടുവ. ഇനി മറ്റൊരു വേട്ടാവളിയൻ, വേറൊരു വേട്ടാവളിയുണ്ട് ഇവരുടെ നേതാവ്, അയാൾ പറയുന്ന മുതിക്കാക്ക ഞങ്ങൾക്ക്. ഓക്കെ, ആ കേസ് ശിക്ഷിച്ചു. അതിൽ പ്രതികളായ ആളുകൾ ഇരട്ട ജീവപര്യന്തവും മറ്റ് ചില ശിക്ഷകളൊക്കെ കൊടുത്തു. കൊലപാതകം ഏത് സാഹചര്യത്തിലായാലും ആരുടെ പേരിലായാലും നടത്തുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. മനുഷ്യർ വെറുതെ വെട്ടിക്കൊല്ലാൻ പാടില്ല. നിങ്ങൾക്ക് യോജിപ്പില്ല അല്ലേ? UKG സെന്ററിൽ പോയിട്ട് നിങ്ങളെ പാർട്ടിയെ നിങ്ങൾക്ക് ക്ലാസ് എടുത്തു കൊടുത്താൽ മതി. കേരളത്തിലെ ജനങ്ങൾ ഇത് വിശ്വസിക്കാൻ പോകുന്നില്ല. നിരപരാധിയായ മനുഷ്യന്മാരെ വെട്ടിക്കൊല്ലാൻ പാടില്ല അല്ലേ? അപ്പൊ ഒറ്റ ചോദ്യം ചോദിക്കുക, ഈ മൊട്ടനോട് ചോദിക്കുക. അതായത് മൊട്ടന്റെ തലക്കകത്ത് കാഷ്ടാണോ അല്ലെങ്കിൽ ചാണകാണോ എന്ന് അറിയില്ല. കാരണം ഇത് രണ്ടും അല്ലെങ്കിൽ പിന്നെ ഞാനിത് പറയൂലല്ലോ. ഒരു TP എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തി ഏതെങ്കിലും ഒരു ക്രൈമിനകത്ത് ഏതെങ്കിലും ഒരു കൊലപാതക കേസിലോ പ്രതിയായിട്ടൊന്നും ഞങ്ങൾക്കാർക്കും അറിയത്തൊന്നുമില്ല. അദ്ദേഹം ജന്മം കൊണ്ട നാൾ മുതൽ അദ്ദേഹത്തിന്റെ ആ മരിക്കുന്നതിന്റെ ഒരു 2 വർഷം മുമ്പ് വരെ നിങ്ങൾ ഈ ചെങ്കോണകം കയ്യിൽ പിടിച്ച് നടന്ന വ്യക്തിയാ അല്ലേ? ആ വ്യക്തി നിങ്ങളുടെ ചില നിലപാടിന്റെ അടിസ്ഥാനത്തിൽ ആ നിലപാടിനോട് യോജിച്ചു പോകാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് പുറത്തിറങ്ങി വന്ന് അദ്ദേഹം ഒരു വേറെ രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കി എന്ന ഒറ്റ കാരണം കൊണ്ട് നൊന്ത് പ്രസവിച്ച അമ്മക്ക് അന്ത്യചുംബനം കൊടുക്കാൻ മുഖം പോലും ബാക്കി വെക്കാതെ, സ്വന്തം ഭാര്യയ്ക്കൊരു ചുംബനം കൊടുക്കാൻ മുഖം ബാക്കി വെക്കാതെ, മകന് ഒരു ചുംബനം കൊടുക്കാൻ മുഖം ബാക്കി വെക്കാതെ, താലിബാനസത്തിനും ISSനെയൊക്കെ നാണിപ്പിക്കുന്നത് പോലെ ആസ്വദിച്ചിട്ട് വെട്ടിക്കൊന്ന തെമ്മാടി പാർട്ടിന്റെ തലപ്പത്ത് കയറിയിരുന്നിട്ടാണോ ഇതുപോലത്തെ വിടുവായിട്ട് നീ പറയുന്നത്? അറിയോ, ഇത് കേൾക്കുമ്പോൾ ജനങ്ങളങ്ങ് വിശ്വസിക്കുന്നതാണോ നീയൊക്കെ വിചാരിക്കുന്നത്? ന്യായീകരിച്ചോ, തർക്കമൊന്നും പറയുന്നില്ല. പക്ഷെ ഇതുപോലെ പച്ച കളവ് പറയാൻ പാടില്ല. എന്നിട്ട് പറയാ, ഉളുപ്പില്ലാതെ പറയാ, വിഡ്ഢി, ഞങ്ങൾ നിരപരാധിയായ മനുഷ്യന്മാരെ അങ്ങനെ കൊല്ലുന്നതിനോടൊന്നും ഞങ്ങൾക്ക് യോജിപ്പില്ല പോലും. പിന്നെ ആർക്കാണോ യോജിപ്പ് അത് പറ. ആരാണ് നിരപരാധികളെ വെട്ടിക്കൊന്ന് തള്ളുന്നത്? എന്നിട്ട് അതിന് മാത്രമല്ല, അത് കൊന്നതിന് ശേഷം വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ചില വാക്കുകൾ പിന്നെ സ്റ്റിക്കറായി രൂപത്തിൽ അതിലെഴുതി പിടിപ്പിച്ചിട്ട് ആ വണ്ടി കൊണ്ടുപോയിട്ട് മറ്റൊരു മതത്തിന്റെ ആരാധനാലയത്തിന്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് ഉപേക്ഷിക്കുക. എന്നിട്ടോ അതിന് ശേഷം എന്ത് പറയുക? എന്താ സ്റ്റേറ്റ്മെന്റ്? സ്റ്റേറ്റ് സെക്രട്ടറി, അന്നത്തെ ഇന്നത്തെ കേരളത്തെ മുഖ്യൻ, അന്നത്തെ സ്റ്റേറ്റ് സെക്രട്ടറി എന്താന്ന് അയാൾ പറഞ്ഞു വെച്ചത്? ഏതോ ഭീകരവാദികൾ അല്ലെങ്കിൽ ഏതോ എന്താന്ന് പറയാ വിദ്വേഷത്തിന്റെ ഭാഗമായിട്ട് ഭീകരവാദികൾ കൊന്നു തള്ളിയാണ്. അവസാനം അന്വേഷണം ശരിയായ ദിശയിൽ പോയത് കൊണ്ടല്ലേ ഈ നാളം കെട്ട പാർട്ടിന്റെ നേതാക്കന്മാർ അടക്കം അല്ലേ ഇതിൽ പ്രതിയേൽക്കപ്പെട്ടത്? അവസാനം ഒരുത്തൻ മരിച്ചത് എങ്ങനെയാന്നുള്ള കാര്യമൊക്കെ സമൂഹത്തിനറിയാം. അപ്പൊ അങ്ങനെ നിരപരാധികളെ വെട്ടിക്കൊല്ലുന്ന ഒരു പാർട്ടി, സ്റ്റേറ്റിനകത്ത് കലാപം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു പാർട്ടിന്റെ ഒരു വേട്ടാവളിയും വന്നിട്ട് ഈ ഞങ്ങളെ 2 നിരപരാധി കുഞ്ഞുങ്ങളെ കൊന്നു തള്ളിയ ഈ തെമ്മാടികളെ ന്യായീകരിക്കാൻ വേണ്ടി ഇതുപോലെ കളവ് പറയാൻ മനുഷ്യ നിനക്കൊക്കെ അല്ലാതെ വേറെ ആർക്കാ കഴിയ? കേട്ടാ, ഇനിയും തുടരട്ടെ, ഇനിയും പറഞ്ഞ അയാൾ ബാക്കിയുണ്ട്. പക്ഷേ ഇതിന്റെ പേരിൽ CPIMനെ ആക്ഷേപിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് ഞങ്ങളിങ്ങനെ മനുഷ്യരെ വെട്ടിക്കൊല്ലാൻ നടക്കുന്നവരാണോ? അല്ലല്ല, നമ്മൾ ആരാക്ഷേപിക്കുന്നു? നിങ്ങൾ വെട്ടിക്കൊല്ലാൻ നടക്കുന്നവരേ അല്ല. നിങ്ങൾ അടിസ്ഥാന വർഗത്തിന്റെ പാർട്ടിയല്ലേ? നിങ്ങൾ ജനങ്ങൾക്ക് നന്മകൾ ചെയ്യാൻ മാത്രം ഉതകുന്ന പാർട്ടിയല്ലേ? പിന്നെ നിങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റ് നശിച്ച പ്രത്യശാസ്ത്രം എന്ന് പറയുന്നത് കൊലയെ അംഗീകരിക്കുന്നേ ഇല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ചരിത്രം ഹിസ്റ്ററിയും ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എടുത്ത് ചരിത്രം പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ മില്യൺ കണക്കിന് ആൾക്കാരെ കൊന്ന് തള്ളിയ ഒരു പാർട്ടിന്റെ പേരല്ലോടൂ ഈ നശിച്ച കമ്മ്യൂണിസം അല്ലെ? ചരിത്രം അങ്ങനെയല്ലേ അടയാളപ്പെടുത്തി മില്യൺ കണക്കിന് ഫുൾ ടൗസർ വെച്ചിട്ട് കൊന്ന് തള്ളിയത്. ഇനിയും അതും വേണ്ട, ഞങ്ങളെ ഇന്ത്യ രാജ്യത്ത് തന്നെ പശ്ചിമ ബംഗാളില് മൂവർണ്ണ പതാക പിടിച്ചതിന്റെ പേരിൽ 10,000-കണക്കിന് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരെയും കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരെ അടക്കി കൊന്നു തള്ളിയ നശിച്ച നാരായണക്കലത്തെ പ്രത്യശാസ്ത്രമല്ലേ നിങ്ങളെ? അല്ലേ? മനുഷ്യകുലത്തിന് തന്നെ അപമാനകരമായ ശാപമായ ഒരു നശിച്ച പ്രത്യശാസ്ത്രമല്ലേ നിങ്ങളെ പ്രത്യശാസ്ത്രം അല്ലേ? എന്നിട്ട് അതാ പറയാ, ഞങ്ങൾ അങ്ങനെ മോശമായിട്ട് ചിന്തിക്കല്ല, ഞങ്ങൾ വാഴ്ത്തപ്പെട്ട പാർട്ടിയാക്കി മാറ്റാം. പറ്റുമോ? നാളെ മുതൽ കാലത്ത് എഴുതിട്ട് CPM ആണ് ഈ ലോകം ഉണ്ടാക്കിയത്. അല്ല, അങ്ങനെയും പറയല്ലോ, ലോകമുണ്ടായ കാരണഭൂതാണല്ലോ ഇന്ന് കേരളം ഭരിക്കുന്നത്. അല്ല, അതും പാടി നടന്ന വർഗങ്ങളല്ലേ നിങ്ങൾ? അത്രയും വിവരം കെട്ടവരാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങളും അങ്ങനെ പറഞ്ഞു നടന്നാണ്. നിങ്ങൾ ഈ രാജ്യം ഉണ്ടാവാൻ കാരണം, ഉടയ തമ്പുരാൻ ഈ പ്രപഞ്ചം സൃഷ്ടിക്കാൻ കാരണം ഈ നശിച്ച ചെങ്കോണകം ഉള്ളത് കൊണ്ടായെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിളിപ്പെടുവോ?
അതുപോലെ വിഡ്ഢിത്തം വിളിച്ച് പറയാതെ. ഓക്കെ, കേരളത്തിലെ പൊതുസമൂഹം ഉണ്ടല്ലോ, നല്ല അക്ഷര വിദ്യാഭ്യാസം, ഈ അന്തം കമ്മികളൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ വിവരവും വിദ്യാഭ്യാസവും എഡ്യൂക്കേറ്റഡ് ഉള്ളവരാണ് കേരളത്തിനകത്തുള്ളത്. അതുകൊണ്ട് പറയുന്നത് എന്താണെന്ന് ജനങ്ങൾ ശ്രദ്ധിക്കൂ. നിന്റെ ഈ വിഡ്ഢിത്തം കൊണ്ട് തന്നെയാണ് കോഴിക്കോട് ജനങ്ങൾ 1,00,000 വോട്ടിനെയൊക്കെ അങ്ങ് അടിച്ച് തോൽപ്പിച്ചങ്ങ് വിട്ടത്. മനസ്സിലായി? ഇതുപോലത്തെ വിഡ്ഢിത്തവും ഈ കൊലയാളികളെ ന്യായീകരിക്കുന്നത് കൊണ്ടാണ്. അത് മനസ്സിലാക്കാദ്യോ. ഓക്കെ, ഇനിയും കേൾക്കാം ഇവന്റെ വിഡ്ഢിത്തവും പച്ചക്കളവുകളും. എത്ര പേരെയാണ് ഞങ്ങളുടെ പാർട്ടിക്കാരെ വെട്ടിക്കൊന്നത് ഈ കേരളത്തിൽ? ആ കാസർഗോഡ് ജില്ലയിലാണ് 5 പേരെ 987 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ ചീമേനിയിൽ പാർട്ടി ഓഫീസിൽ ഇരുന്ന് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സ്ഥിതിഗതികൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു 4-5 പ്രവർത്തകർ. 987 ഇലക്ഷൻ കഴിഞ്ഞതിന്റെ സ്പോട്ടിൽ തന്നെ കോൺഗ്രസ്സുകാർ വന്ന് നിങ്ങളെ പാർട്ടി ഓഫീസിൽ അങ്ങ് തീയിട്ട് 4 പേരെ അങ്ങ് കൊന്ന്. കേൾക്കാൻ നല്ല സുഖമുണ്ട്. മുമ്പിലിരിക്കുന്ന നിങ്ങൾ അന്തം കമ്മികൾക്ക് ഇക്കിളിപ്പെടും. പക്ഷെ വിവരവും വിദ്യാഭ്യാസവും ആ കാലത്തെ സാഹചര്യമൊക്കെ അറിയുന്നവരിവിടെ വേറെയുണ്ട് എന്നുള്ള ബോധം ആ മൊട്ടത്തലക്കകത്ത് ഉണ്ടാക്കിയെടുക്കണം. എങ്ങനെയാ അവിടെ റിട്ടാലിയേഷൻ ഉണ്ടായത്? അത് പറ. എങ്ങനെയാ അങ്ങനെ അവിടെ ഒരു സംഭവം ഉണ്ടാവേണ്ടി വന്നത്? അതിന്റെ തൊട്ട് മുമ്പ്, മണിക്കൂറുകൾക്ക് മുമ്പ്, ഞങ്ങളെ കോൺഗ്രസിന്റെ പ്രവർത്തകൻ പോളിംഗ് കഴിഞ്ഞ് ഒക്കെ ആദ്യത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പോളിംഗ് സ്റ്റേഷനിൽ ഇറങ്ങി വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ ഒരു എന്താ പറയുക, ഒരു പാടത്തിന്റെ വരമ്പത്തിട്ട് പട്ടിയെ കൊല്ലുന്നത് പോലെ വെട്ടി കൊന്നിട്ടില്ലേ നാറികളെ? നിങ്ങൾ കൊന്നിട്ടില്ലേ? അതിന്റെ റിട്ടാലിയേഷൻ ആണല്ലോ പിന്നീട് അവിടെ നടന്ന സംഭവം. എന്തേ അത് പറയാൻ കേട്ട? ആദ്യം മാന്തിയത് ഞങ്ങളാണ്, അല്ലെങ്കിൽ തോണ്ടിയത് ഞങ്ങളാണ്. ഞങ്ങൾ അവരെ കോൺഗ്രസിന്റെ പ്രവർത്തകരെ കൊന്നതിന്റെ പ്രതികാരമായിട്ടാണ് ഇവിടെ ഞങ്ങളെ 4 പേരെ അവർ കൊന്നത് എന്ന് പറയണ്ടേ? നീ ഇത്തിരി രാഷ്ട്രീയ മാന്യത ഉണ്ടെങ്കിലോ പറയണ്ടേ? എന്നിട്ട് അത് മാത്രമല്ല, അതിനുശേഷം നിങ്ങൾ വീണ്ടും അവിടെ കോൺഗ്രസിന്റെ എത്ര പ്രവർത്തകരെ നിങ്ങൾ കൊന്നിട്ടുണ്ട്? ആ 4 പേരെയും നിങ്ങൾ പിന്നീട് തക്കമ്പാത്തിരുന്ന് കൊന്നു തള്ളിയിട്ടില്ലേ? ആ നിങ്ങളാണോ ഇവിടെ വെള്ളരിപ്രാവ് ചമയാൻ വേണ്ടിയിട്ട് ഈ ഭീകരവാദികളെ, ഈ തെമ്മാടികളെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഇല്ലാതെ കളവുകൾ പ്രചരിപ്പിക്കുന്നത്? അതെയോ? അവിടെ തലക്കകത്തുണ്ടല്ലോ ചാണകവും കാഷ്ടവും അത് കോരിക്കളയാതെയോ? മനസ്സിലായ? എന്നിട്ട് വന്നിട്ട് പറയും എത്ര പേര് ഇവിടെ കൊല്ലപ്പെട്ടെന്നറിയോ? ഞങ്ങൾ 4 പേരെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് അതിന്റെ കണക്ക് പോളിംഗ് സ്റ്റേഷനിൽ ഇരുന്നിട്ട് അതിന്റെ പ്രവർത്തനവും കണക്കും വിലയിരുത്തുമ്പോൾ ഇങ്ങ് പുല്ലിന് വെച്ചിട്ട് തീയങ്ങ് കൊടുത്ത് പെട്രോൾ ചങ്ങ് കത്തിച്ചെന്ന് പറയുമ്പോ അങ്ങനെ ചെയ്യാനുണ്ടായ വികാരം എങ്ങനെ ഉണ്ടായി എന്നും കൂടി നീ പറയണ്ടേ? രാഷ്ട്രീയ മാന്യത ഉണ്ടെങ്കിൽ പറയണ്ടേ? എന്തേ ഞങ്ങൾക്ക് അതിന് തൊട്ട് മണിക്കൂറുകൾക്ക് മുമ്പ് ഞങ്ങൾ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകനെ കൊന്നത് അവൻ കൊല്ലപ്പെടേണ്ടതായിരുന്നോ? നിങ്ങൾക്ക് കൊല്ലാൻ വിട്ട് തരണമായിരുന്നോ? അതെയോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കഴിഞ്ഞ ശേഷം നിങ്ങളെ പേടിപ്പിച്ച് നിങ്ങളെ തൊഴുതിട്ട് അങ്ങനെ ഇരിക്കണം എന്നായിരുന്നോ? വികാരവും വിചാരവും എല്ലാവർക്കും ഉണ്ടോ? അത് മനസ്സിലാക്ക്. പക്ഷെ അങ്ങനെ ഒരു പകരം ആ തിരിച്ചടി ഉണ്ടായത് കൊണ്ട് ഈ തെമ്മാടികളെ ന്യായീകരിക്കാൻ വേണ്ടി ആ കഥയും പൊക്കി വരിക അല്ലേ? നാണോ ഇല്ലാത്ത മനുഷ്യ. വാതില് പുറത്തു നിന്ന് പൂട്ടിയിട്ട് ഉള്ളിലേക്ക് വൈക്കോൽ വലിച്ചിട്ട് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി 5 എണ്ണത്തിനെ ചുട്ടുകൊന്ന് കോൺഗ്രസ്സുകാർ വിട്ടിട്ടുണ്ടോ? ഇത് സംബന്ധിച്ച് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ഏതൊക്കെ വകുപ്പുകൾ ചേർത്താണ് കേസ് എടുത്തിട്ടുള്ളത്? ഇതാണ് ആഭ്യന്തര വകുപ്പിനോട് 6/2/2019 കെ കുഞ്ഞിരാമൻ എന്ന് പറയുന്ന MLA ഇപ്പോൾ കുഞ്ഞിരാമൻ 6/2/2019 നിയമസഭക്കകത്ത് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് പോലും. അതിന്റെ രേഖകൾ വേണ്ടിക്കൽ അവിടെ കിട്ടുമെന്നൊക്കെയാണ് ഈ വിഡ്ഢി പറയുന്നത്, ഈ വെട്ടാവളിയും പറയുന്നത്. ശരി തന്നെയായിക്കാൻ ചോദിച്ചിട്ടുണ്ടാവാം, അതിനകത്ത് രേഖയും ഉണ്ടാവാം. പക്ഷെ ആരാ ഈ കുഞ്ഞിരാമൻ? ഏത് പാർട്ടിക്കാരനാ? CPM-കാരൻ. ആരാ സ്റ്റേറ്റ് ഭരിക്കുന്നത്? CPM-കാർ. ആരാ കേസ് എടുക്കുന്നത്? CPM-ന്റെ ഭരണകൂടം. പിന്നെ അതിനകത്ത് എന്താ തർക്കം? അത് ചെയ്യുന്നു ഞങ്ങൾക്ക് നല്ല പോലെ അറിയാലോ. നിങ്ങൾ ഞങ്ങളെ കുഞ്ഞുങ്ങളെ കള്ളക്കേസ്, എത്ര കള്ളക്കേസിൽ കുടുക്കിയിട്ടുണ്ട് നിങ്ങൾ ഇല്ലേ? ഈ പറയുന്ന ശരത്ലാലിനെയും കൃപേശിന്റെ അടക്കം നിങ്ങൾ കള്ളക്കേസിൽ കുടുക്കിയിട്ട് FIR ഇട്ടതൊക്കെ ഞങ്ങളുടെ കോപ്പി ഉണ്ടല്ലോ. അവരങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ആ ചെയ്യാതെ കാര്യമല്ലേ ചെയ്തു വെച്ചത്. അപ്പൊ ഒരു ഭരണ സ്വാധീനം ഉണ്ടെങ്കിൽ ആർക്കെതിരെയും എന്ത് കള്ളക്കേസും എടുക്കാം എന്ന് നമ്മുടെ രാജ്യത്ത് ഒരുപാട് കാലം ഈ സെൻട്രൽ ഗവൺമെന്റ് ആയാലും ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് തെളിയിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അത് വലിയ എന്തോ വിത്ത് എവിഡൻസ് ആണ്. അങ്ങനെ ഇവർ കൊലപാതകം, ഇവരെന്താന്ന് ക്രിമിനലാണ് എന്നുള്ള ആ തരത്തിലേക്ക് ഞങ്ങളെ മരണപ്പെട്ടു പോയ രക്തസാക്ഷികളെ പിന്നെ വ്യാഖ്യാനിക്കാൻ വേണ്ടി നീ ശ്രമിക്കണ്ട. ഓക്കെ, ശിക്ഷിക്കപ്പെട്ടയാളാണ്. അയാൾ ചോദിച്ചൊരു ചോദ്യമാണ്, നിയമസഭയിൽ ചോദിച്ച ചോദ്യത്തിന്റെ
ചോദ്യ ഉത്തരവാണ്. ഇത് രേഖയാണ്, ആർക്കും കിട്ടും. നിങ്ങൾക്ക് ആർക്കും വേണമെന്ന് ചോദിക്കാം, മനസ്സിലാക്കാം. ചോദ്യം നമ്പർ 1998, 14ാം കേരള നിയമസഭ 14ാം സമ്മേളനം. ചോദ്യം 1A, കാസർഗോഡ് ജില്ലയിലെ കാര്യാട്ട് CPIM പ്രവർത്തകരെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? B, ഇത് സംബന്ധിച്ച് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ഏതൊക്കെ വകുപ്പുകൾ ചേർത്താണ് കേസ് എടുത്തിട്ടുള്ളത്? ഇതാണ് ചോദ്യം. എന്ന് വെച്ചാൽ ഈ 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എല്ലാ വിഡ്ഢി. നിങ്ങൾ പണ്ട് 2 CPM അനുഭാവികൾ പുസ്തകം കയ്യിൽ വെച്ച് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ജാമ്യമില്ല വകുപ്പ് ചേർത്ത് FIR പിന്നെ കേസിൽ അകപ്പെടുത്തിയിട്ട് ഉള്ളിലിട്ടെടുത്തു. അലനും ത്വാഹ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം അത് നിങ്ങളെ ഭരണകൂടം ചെയ്തതാ. എന്നിട്ട് അതിനുശേഷം എന്തെന്ന് അതിനകത്ത് ഒരു കഴമ്പില്ല എന്ന് കോടതി കണ്ടെത്തിയിട്ട് കോടതി അവരെ നിരപരാധിയായിട്ട് വെറുതെ വിട്ട ഒരു സ്റ്റേറ്റ് അല്ലേ കേരളം? അപ്പൊ അതുകൊണ്ട് വകുപ്പ് ചേർത്തതും കേസെടുക്കലും ആരാ? നിങ്ങളല്ലേ ചെയ്തത്? ഹലോ, ആ, ഓക്കെ 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 ഓക്കെ. അപ്പൊ അങ്ങനത്തെ ഒരു സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് ഇതുപോലത്തെ വിഡ്ഢിത്തം പറയല്ല. FIR ഇട്ടും കേസെടുത്തതും അല്ലല്ലോ ഇവിടെ വിഷയം. അവിടെ അത്രയും ക്രൈമുകളോ അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ടോ എന്ന് നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ജനങ്ങൾ ചിന്തിക്കട്ടെ. ആ കല്യോട്ടുള്ള ജനങ്ങൾക്ക് അറിയാലോ അവിടെ എന്താ നടന്നെന്നുള്ള കാര്യമോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ കേസെടുത്തതുണ്ട്, FIR ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇവര് ക്രിമിനലാ എന്ന് പറയേണ്ട ഒരു ധാർമ്മികതയൊന്നും നിങ്ങൾക്കില്ല. അത് പറയാൻ നിങ്ങൾ അതിനപ്പുറത്തേക്കും പ്രചരിപ്പിക്കും, അത് വിഷയം വേറെ. പക്ഷെ അതൊന്നും റിയാലിറ്റി അല്ലല്ലോ, വസ്തുതയല്ലല്ലോ. വസ്തുത അങ്ങനെ തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. മുമ്പ് അവിടെ CPIM പ്രവർത്തകരെ ആക്രമിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ടോ എന്നാണ് ചോദ്യം. മറുപടി, ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ബേക്കൽ പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ സോ ആൻഡ് സോ ആയി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ കേസിൽ താഴെ പറയുന്ന 10 പ്രതികളുണ്ട്. 1ാം പ്രതി ശരത് ലാൽ. നല്ല ആവേശം വരും. 1ാം പ്രതി ശരത് ലാൽ. ആരാ കേസെടുത്തത്? ആരാ പ്രതിയേർത്തത്? ആരാ പ്രതിയേർത്തത്? ഈ ഭരണകൂടം. മനസ്സിലായ? കോടതി വീഴ്ചിട്ടുള്ള പ്രതിയല്ല പറയുന്നത്, ഈ തെമ്മാടി ഭരണകൂടം. കള്ളക്കേസുകൾ എടുക്കുന്ന എതിരാളികളെ ഉന്മൂലനം ചെയ്യാൻ എന്താ പറയുന്നത്, കച്ചകെട്ടിറങ്ങിയ ഈ വൃത്തികെട്ട ഭരണകൂടം, ജനാധിപത്യത്തോടും കശാപ്പ് ചെയ്യുന്ന ഈ ഭരണകൂടം. അതിട്ടതാണ് ഈ മുട്ടത്തലയും വായിക്കുന്നത് കേട്ടാ. അത് മനസ്സിലാക്കണേ നിങ്ങൾ. അവിടെ മാർക്സിസ്റ്റുകാർ വെട്ടിക്കൊന്നു, അടിച്ചു കൊന്നു എന്ന് പറയുന്ന ആ സംഭവം എടാ ഊളെ, അടിച്ചു കൊന്നു എന്ന് പറയുന്നതല്ല, കമ്മ്യൂണിസ്റ്റുകാർ കൊന്നു തള്ളി. അതിന്റെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ കോടതി കുറ്റവാളിയാണെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ച് ജയിലിലേക്ക് ഗോതമ്പുണ്ണാൻ പറഞ്ഞയച്ച് എന്നിട്ട് നീ എന്ന് പറയുന്ന എന്നല്ല പറയേണ്ടത്. ഞങ്ങൾ കൊന്നു തള്ളിയ അങ്ങനെ പറ. മനസ്സിലായ? മരണപ്പെട്ടവരിൽ ഒരാളാണ് ഈ ശരത് ലാൽ. 9ാമത്തെ പ്രതി കൃപേഷ്, അനൂപ്, വിവേക്, ശ്രീരാജ്, ശ്രീകുമാർ, ജനാർദ്ദൻ, പ്രശാന്ത് നമ്പ്യാർ. 9 കൃപേഷ്. മരിച്ച 2ാമത്തെ ആളാണ് ഈ കൃപേഷ്. ഇവരാണ് മരിക്കാനിടയായത്. എടാ വേട്ടാ വെളിയാ, ഈ 9ാം പ്രതി കൃപേഷ് എന്ന് പറഞ്ഞിട്ടില്ലേ, അത് പോലീസ് പിന്നീട് അന്വേഷിച്ചിട്ട് കൃപേഷ് അവിടെ ഇല്ലാന്നും കൃപേഷ് അതിൽ പ്രതിയല്ല എന്ന് നിങ്ങളെ പോലീസ് തന്നെ പറഞ്ഞിട്ടുണ്ടോ വെട്ടാ വെളിയ? അത് കേട്ടിട്ടില്ലേ? ഇത് UKG സെന്ററിൽ എഴുതി തന്ന പിന്നെ സ്ക്രിപ്റ്റാ, കഥ. അത് നോക്കി വായിക്കലാ. എനിക്ക് മനസ്സിലാകുന്നില്ല. അല്ലെ സത്യം അറിഞ്ഞിട്ടൊന്നുമല്ല ഇത് പറയുന്നത്. അങ്ങനെ അതിനകത്ത് 9ാം പ്രതിയല്ല കൃപേഷിനെ ഇല്ല എന്ന് പറഞ്ഞ് പോലീസ് ഒഴിവാക്കിയിട്ടുണ്ട്. മനസ്സിലായ? മാർക്സിസ്റ്റ് പ്രവർത്തകരെ ആക്രമിച്ച കേസിലെ പ്രതി. ഇതിന് ശേഷമാണ് മറ്റേ സംഭവം ഉണ്ടാകുന്നത്. ഏത് സംഭവം? പീതാംബരൻ എന്ന് പറയുന്ന ഒരു CPM പ്രവർത്തകനെ വീട്ടിൽ കയറി ആക്രമിച്ചു. എങ്ങനെയാണ് ഇങ്ങനെ കളവ് പറയാൻ കഴിയുന്നത്? പ്രായമൊക്കെ കുറെ ആയില്ലേ? എനിക്ക് അത്രയൊക്കെയല്ലേ ജീവിക്കാൻ കഴിയൂ. അല്പം മരണത്തോടെ അടുക്കുമെങ്കിലും ലേശം ജനങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്യാം, സത്യം പറയാ എന്തെങ്കിലും ഒരു ധാരണ വേണ്ടടോ. എങ്ങനെ കളവ്? ഏത് വീട്ടിൽ കയറിയിട്ടാണ് ആക്രമിച്ചത്? മനസ്സിലായിട്ടില്ല. അന്ന് എന്താ സംഭവിച്ചത്? അതെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ അവിടെയുള്ള പിന്നെ എന്താ പറയുക ഈ അന്തം കമ്മിയോട് ചോദിച്ച് മനസ്സിലാക്കണ്ടേ? അതായത് 2019 ജനുവരി 5-ാം തീയതി എനിക്ക് തോന്നുന്നത്
നമ്മുടെ ശബരിമലന്റെ ഒരു വിഷയമുണ്ടല്ലോ, കോടതിന്റെ ഒരു പരാമർശവുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ ശബരിമലക്കേക്ക് കയറ്റാം എന്നൊക്കെ ഒരു വിധി വന്നല്ലോ. ആ വിധിന്റെ ഭാഗമായിട്ട് ഇതുണ്ടല്ലോ, ഈ നിരീശ്വരവാദി ഈ അന്തംഗമ്മികള് ആ വിശ്വാസത്തെ എന്താ പറയാ ചവിട്ടി മതിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ത്രീകളെ ഞങ്ങൾ അങ്ങോട്ട് കയറ്റിക്കളയും എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നങ്ങളുണ്ടായി. അപ്പൊ അത് ഒരു ജനുവരി 5-നോ 6-നോ ഇവരൊരു സ്ത്രീ മതില് കെട്ടി ഉണ്ടാക്കി. അപ്പൊ അതിനെതിരായിട്ട് വിശ്വാസികൾ മൊത്തമായിട്ട് നമ്മുടെ സ്റ്റേറ്റിനകത്തുള്ള ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് വരുമ്പോൾ കോൺഗ്രസ് മുന്നണി നേതൃത്വം കൊടുക്കുന്ന UDF സംവിധാനം വിശ്വാസികളോട് ഒപ്പം ചേർന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് സ്റ്റേറ്റിനകത്തുള്ള കോൺഗ്രസിന്റെ ഒരു നിലപാട് വന്നു. എന്നാ വന്നത്? ഈ പ്രതിഷേധത്തിൽ വിശ്വാസികളോടൊപ്പം നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾ അവർക്ക് പൂർണ്ണ പിന്തുണ അർപ്പിച്ചുകൊണ്ട് സ്റ്റേറ്റിൽ മുഴുവൻ പ്രതിഷേധ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും പാർട്ടി നടത്തണം എന്നുള്ളൊരു പ്രഖ്യാപനം പാർട്ടിയുടെ ഭാഗത്ത് വരുന്നു. സ്വാഭാവികമായിട്ട് എല്ലാ മണ്ഡലത്തിലും ബൂത്ത് തലത്തിലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രകടനങ്ങളും പൊതുയോഗങ്ങളും നടത്തി. ആ ഘട്ടത്തിലാണ് കല്യോട്ടും ഇത്തരം ഒരു പ്രതിഷേധവും ഒരു പ്രകടനവും അവിടെ നടക്കുന്നത്. നടക്കുമ്പോൾ ആ പ്രതിഷേധ പ്രകടനത്തിനകത്ത് വിളിച്ച ചില മുദ്രാവാക്യങ്ങൾ ഞങ്ങളെ യൂത്ത് കൊയാസ്റ്റീവിന്റെ പിള്ളേർ അത് പിന്നെ സ്റ്റാറ്റസ് ആയിട്ട് വാട്സപ്പിൽ വെക്കുന്നു. അപ്പൊ അങ്ങനെ വെക്കുമ്പം ആ ക്യാമ്പസിനകത്ത് പോയ പിറ്റേന്ന് അവിടെയുള്ള SFIയുടെ കുട്ടികൾ, അതായത് ഇവന്റെ സുഹൃത്ത് തന്നെയായിരിക്കും, അങ്ങനെയാണല്ലോ വാട്സപ്പിന്റെ സ്റ്റാറ്റസ് എല്ലാം നോക്കുക. അപ്പൊ അന്ന് വിളിച്ച മുദ്രാവാക്യം അതിനകത്ത് വെച്ചപ്പോ ഇവനോട് ചോദിച്ചു അതെന്താ നീ വെച്ചതെന്ന് പറഞ്ഞ വാക്ക് തർക്കായി ഈ ഞങ്ങളെ KSUവിന്റെ പ്രവർത്തകരെ ഇവർ ആക്രമിക്കുന്നു. ആ SFIയുടെ ഈ ചെക്കൻ ആക്രമിക്കുന്നു. സ്വാഭാവികമായിട്ട് കല്യോട്ട് വന്ന് ഇവരോട് ഈ വിഷയം യൂത്ത് കോൺഗ്രസിന്റെ അവിടുത്തെ കോൺഗ്രസിന്റെ പ്രവർത്തകരോടും പറയുന്നത് ഞാനിങ്ങനെ സ്റ്റാറ്റസ് വെച്ചതിന്റെ ഭാഗമായിട്ട് എന്നെ നിരന്തരം ഇങ്ങനെ ആക്രമിക്കുന്ന SFIയുടെ ആൾക്കാർ കുട്ടികൾ എന്ന് പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ട് ക്യാമ്പസിനകത്ത് ഒരു ബസ്സുണ്ട്, ബസ്സിലാണ് കുട്ടികളെ ക്യാമ്പസിന്റെ ബസ്സിലാണ് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യല്. അപ്പൊ അന്ന് വൈകുന്നേരം ഈ കംപ്ലൈന്റ് കൊടുത്ത പിറ്റേന്ന് വൈകുന്നേരം ഈ ബസ് അവിടെ വന്ന് കല്യോട്ട് നിർത്തുമ്പോ ഈ രണ്ടുപേരും അതിനകത്തുണ്ട്. ഈ അടിച്ച SFIന്റെ കുട്ടിയുണ്ട്, അടി കൊണ്ട KSUവിന്റെ പ്രവർത്തകനും ഉണ്ട്. അപ്പൊ ഡ്രൈവറോട് പറഞ്ഞു, ഇവര് ഒരു 5-6 പേര് പറയുന്നു നിങ്ങൾ ബസ് എടുക്കല്ല, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അപ്പൊ അത് ഞങ്ങളൊന്ന് ചോദിക്കട്ടെ. സ്വാഭാവികമായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിക്കല്ലേ, ഏകപക്ഷീയമായിട്ട് ഇപ്പൊ അവന്റെ മാത്രം കേട്ടിട്ട് ഒരു പ്രതികരിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ അവര് ഈ ബസ്സിനകത്തുണ്ട്, ഞങ്ങളൊന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ബസ്സിനകത്തേക്ക് കയറി. അങ്ങനെ അത് ചോദിക്കുമ്പോഴാണ് ഈ കേസിനകത്തുള്ള ഇപ്പൊ 1-ാം പ്രതിയായ ആ തെമ്മാടി ആ കഞ്ചാവടി ആ ബസ്സിലേക്ക് കയറി വരുന്നു. ആര്? ഈ 1-ാം പ്രതി, പേര് ഞാൻ മറന്നുപോയി, അവന്റെ പേരൊന്നും പറയാൻ എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ അവൻ കയറി വന്നപ്പോഴ് ആരാണ് ബസ്സിൽ കയറിയത്, ഇവിടെ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞ് ഇവൻ വലിയ അവർകളായി. കാരണം ഇവര് ലോകത്തിന്റെ എന്താന്ന് ഈ പോളിറ്റ് ബ്യൂറോ, ഈ CC മെമ്പർ, ഈ ഏരിയ കുറാണ്ടർ എന്നൊക്കെ പറഞ്ഞാൽ ഈറ്റിങ്ങളെ വിചാരം ലോകത്തിന്റെ എന്തോ നെടുന്തൂണെന്നാണ് ഈറ്റിങ്ങളെ വിചാരം. പക്ഷെ ഇത് കൂടിയാന്നുള്ള കാര്യം അവർക്ക് അറിയില്ല, എന്താവട്ടെ. അപ്പൊ സ്വാഭാവികമായിട്ട് അങ്ങനെ ഇവൻ വന്ന് അവിടെ വലിയ ആളാൻ വേണ്ടി ശ്രമിച്ചു നോക്കുമ്പോൾ എല്ലാവർക്കും വിചാരങ്ങൾ ഉണ്ടാവും. അവിടെ തിരിച്ചു ചോദിക്കും, നീ ആരാ ചോദിക്കാൻ വേണ്ടി? ഞങ്ങളെ പ്രവർത്തകരെ അടിച്ചു, ഞങ്ങൾ ചോദിക്കുന്നു. അങ്ങനെ പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കങ്ങളും ഉന്തും തള്ളുവായി. അപ്പം ബസ്സിന്റെ ഈ സ്റ്റെപ്പ് ഉണ്ടല്ലോ ഞങ്ങൾ കയറി വരുന്നത്, ആ സ്റ്റെപ്പും പോലെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഉന്തും തള്ളിയിടുമ്പോൾ ബസ്സിൽ ഞങ്ങൾ താഴോട്ട് അദ്ദേഹം വീഴുന്നു. ഇതാണ് അവിടെ സംഭവിച്ചത്. അങ്ങനെ വീഴുന്ന ഘട്ടത്തിലാണ് ഈ കൈക്ക് ചെറിയൊരു പരിക്ക് ഉണ്ട് എന്ന് പറയുന്നത്. പിന്നെ ഈറ്റിങ്ങൾ ഉണ്ടാക്കും ചില ഹോസ്പിറ്റലിൽ പോയി കിടന്ന് കെട്ടുകയൊക്കെ ചെയ്യല്ലോ. അതാണ് അവിടെ നടന്ന യഥാർത്ഥത്തിലെ പ്രശ്നം. അപ്പൊ അതിനുശേഷം ഇവർക്കെതിരെ കള്ള പരാതി കൊടുത്ത് എന്തൊക്കെയോ വകുപ്പ് ചേർത്ത് ഈ 15ഓളം പേരെ പിടിച്ച് അറസ്റ്റും ചെയ്തിട്ടുണ്ട് ഇവര്. അങ്ങനെയാണ് അവിടെ നടന്നത്. ആ വിഷയമാണ് ഈ കൊലപാതകത്തിലേക്ക് എത്തിച്ചത്. എന്നിട്ട് അതെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് ഈ മൊട്ടത്തലയം വന്നിട്ട് പറയുന്നത് ഏതോ വീട്ടിൽ കയറിയിട്ട് അങ്ങ് മർദ്ദിച്ചു പോലും ഈ പറയുന്ന ഈ തെമ്മാടിയെ. മനസ്സിലാക്കണോ? ഇങ്ങനെ പച്ചക്കളവാണ് ഈ മനുഷ്യൻ പറയുന്നത്. ഇനിയും അയാൾ വീണ്ടും കളവ് പറയുന്നത്. അതിന് നേതൃത്വം കൊടുത്തത് ഇവരായിരുന്നു, ഇവരുൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസുകാർ. പീതാംബരന്റെ അമ്മയെ ഉടുവസ്ത്രം അഴിപ്പിച്ച് വീട്ടിന് ചുറ്റും ഓടിച്ചു. എന്ത് കളവാടാ ഈ മനുഷ്യൻ പറയുന്നത്? ഇങ്ങനെയൊക്കെ കളവ് പറയാൻ ലേശ ലജ്ജ വേണ്ട ഈ മനുഷ്യനിക്ക്. പീതാംബരന്റെ അമ്മയെ ഉടുതുണി അഴിപ്പിച്ചിട്ട് വീട് ചുറ്റും ഓടിച്ചു പോലും. ഉയ്യന്റെ ദൈവമേ, ഇതെന്താ വെള്ളരിക്കപ്പെട്ടതാ നമ്മളെ നാട്? എങ്ങനെയാ ഇവറ്റകൾക്ക് ഇങ്ങനെ പറയാൻ പറ്റുന്നത്? എന്നിട്ട് ഇവറ്റകളെയും പിന്തുണക്കാൻ വേണ്ടി കേരളത്തിലെ ജനങ്ങളുണ്ടല്ലോ നോർക്കുമ്പോഴാണ് വല്ലാതെ കഷ്ടം തോന്നുന്നു കേട്ടാ. ഇതുപോലെ കല്ല് വെച്ച നുണ പറയാൻ വേണ്ടി ഈ നാറികൾക്കല്ല, അത് വേറെ ആർക്കാ ലോകത്ത് കഴിയും? അത് നിങ്ങളുടെ മനസ്സാക്ഷിയോട് നിങ്ങൾ ചോദിക്കുക. എന്റെ ശബ്ദം ശ്രമിക്കുന്ന ഏതൊക്കെ സഖാക്കളുണ്ടെങ്കിൽ നിങ്ങളോട് തന്നെ നിങ്ങളുടെ മനസ്സാക്ഷിയോട് ചോദിക്കുക.
ഇങ്ങനെയൊക്കെ ഒരു സ്റ്റേറ്റിനകത്ത് നടക്കുമോ? പ്രത്യേകിച്ച് കേരളത്തിൽ നടക്കുമോ? പരിക്കേറ്റ് നിസ്സഹായനായ പീതാംബരൻ ഇത് നോക്കി നിന്നു. വേറൊന്നും ചെയ്യാൻ കഴിയാതെ ആശുപത്രിയിൽ പോയി തിരിച്ചു വന്ന പീതാംബരനെ ടൗണിലിട്ട് വീണ്ടും ആക്രമിച്ചു. ആ സംഭവത്തെ തുടർന്നുണ്ടായ ഒരു സംഭവമാണ് ഇവരുടെ മരണത്തിലെത്തിയത്. ഏതെങ്കിലും പത്രം വസ്തുതകൾ എഴുതുന്നുണ്ടോ? സത്യം എഴുതുന്നു. എല്ലാ മൊട്ട എങ്ങനെയാ കളവ്? ഇതാണ് വസ്തുത പോലും അല്ലേ? നീ ഉണ്ടാക്കിയ കഥ നിന്റെ ഊക്കേജിന്ന് തള്ളിവിട്ട് തന്നെ എഴുതി തന്ന സ്ക്രിപ്റ്റ്, അതാ വസ്തുത അല്ലേ? ഇത് എന്നിട്ട് എന്തേ കോടതിക്ക് ബോധ്യപ്പെടാഞ്ഞത്? കോടതി പിന്നെ CBI അന്വേഷിച്ചല്ലോ ഇത്. എന്താ CBIക്ക് ഇതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല? ഇനിയിപ്പം പറയും അത് CPM ആയതുകൊണ്ട് അങ്ങനെ കള്ളക്കേസിൽ കുടുക്കിയിട്ട് അങ്ങ് ശിക്ഷിച്ചതാന്നാ പറയാ. എങ്ങനെ മനസ്സിലാ? പക്ഷെ ഇവറ്റകൾ ചെയ്തു വെക്കുന്ന കെടുതികൾ മനസ്സിലായ? അത് ഇവറ്റകൾക്ക് അറിയുന്നില്ല. ലോകത്ത് എത്ര പാർട്ടികളുണ്ട്? ഇവറ്റകൾ ഉള്ളിടത്തല്ലാണ്ട് ഈ കലാപം, ഈ രാഷ്ട്രീയ കൊലപാതകം നടക്കുന്ന വേറെ ഏതെങ്കിലും ഒരു സ്ഥലം ഉണ്ടാവും? നിങ്ങൾ നോക്കിക്ക, ഇന്ത്യയിൽ തന്നെ എത്ര സ്റ്റേറ്റ് ഉണ്ട്? 29 സ്റ്റേറ്റ് ഇപ്പൊ ഉണ്ട് ഓൾറെഡി ഇല്ലേ? അതിൽ ഇവറ്റകൾ ഉണ്ടാകുന്ന 3 സ്റ്റേറ്റാ. ഒന്ന് പശ്ചിമ ബംഗാളില്, ത്രിപുര, കേരളം. അത് 2ൽ നിന്ന് പരാജയപ്പെടുത്താൻ മാത്രമല്ല, നേതാക്കന്മാരെ പോലും അടിച്ചിട്ട് അങ്ങ് മലന്റെ മുകളിലേക്ക് ഓടിച്ചു കയറ്റി. അവിടുന്ന് ഞങ്ങൾക്ക് വിവരം വന്നതിന് ശേഷം കേട്ടാ, ഒരുപാട് കാലം അവർ അനുഭവിച്ചല്ലോ. ഇനി കേരളം ബാക്കിയുള്ളൂ. ഞാൻ പറയും, ഇവരാ നടിക്കുന്ന കാലഘട്ടത്തിൽ രാഷ്ട്രീയ കൊലപാതകം നടക്കുന്ന 3 സ്റ്റേറ്റുകൾ ഇവറ്റകളുള്ളടുത്ത് മാത്രം. ബാക്കി എല്ലാ സ്റ്റേറ്റിലും മറ്റേതെങ്കിലും വിഷയത്തിനകത്തും മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും കൊള്ളയടിക്കാനൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും, കൊലപാതകം നടക്കുന്നുണ്ടെങ്കിൽ പോലും രാഷ്ട്രീയ കൊലപാതകം നടക്കുന്ന 3 സ്റ്റേറ്റ്. ഞാൻ ആവർത്തിച്ച് പറഞ്ഞു, രാഷ്ട്രീയ കൊലപാതകം മനസ്സിലായി ഇവറ്റകളുള്ളടത്തേ ഉള്ളൂ, വേറൊരു സ്ഥലത്തും ഉണ്ടാവില്ല. ബാക്കി ഞാനിപ്പം പറയുന്നത്, ഞാൻ ഏകദേശം 15 വർഷക്കാലം മഹാരാഷ്ട്രയിൽ ഉണ്ടായ വ്യക്തിയാ. ഞാൻ അവിടെ രാഷ്ട്രീയപരമായിട്ട് കോൺഗ്രസിന്റെ ബൂത്തിൽ വരെ ഇരുന്ന വ്യക്തിയും കൂടിയാ. ഞങ്ങൾക്ക് നേരെ എതിരായിട്ട് നിൽക്കുന്നത് ശിവസേനയും. ആ കാലഘട്ടത്തിൽ ആന്തോളിയൊക്കെ അവിടെ മത്സരിക്കുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ മനസ്സിലാ, അവിടെയൊന്നും പൊളിറ്റിക്കലായിട്ട് ഒരു ശത്രുത ആയിരിക്കൂല. നമുക്ക് ആശയപരമായിട്ട് വിയോജിപ്പെട്ട് നമ്മൾ പറയാറുണ്ട്. നമ്മളെ കാൻഡിഡേറ്റ് നമ്മളെ പോളിംഗ് ബൂത്തിൽ കൊണ്ടുവരും, ഞങ്ങൾ വോട്ട് ചെയ്യിപ്പിക്കാനായിട്ടൊന്നും വിഷയമില്ല. പക്ഷേ ഇവറ്റകളുള്ള സ്ഥലം നിങ്ങൾ നോക്കിയ ഇപ്പൊ ഈ കുഞ്ഞുങ്ങളൊക്കെ ചെയ്ത തെറ്റെന്താ? കോൺഗ്രസ്സുകാരായി. അത് മാത്രമല്ല, പകല് വെളിച്ചത്തിൽ ഒറ്റ തന്തക്ക് പറഞ്ഞതുപോലെ ഒരു പ്രശ്നം ഉണ്ടാവും. പകല് വെളിച്ചത്തിൽ അവർ നേരിട്ട്, അതാണല്ലോ പ്രശ്നം. എന്നിട്ടോ ഈ തമ്മാടികൾ എന്താ ചെയ്തത്? മാസങ്ങളോളം കൊട്ടേഷൻ സംഘത്തിൽ തീറ്റിപ്പോറ്റുക, എന്നിട്ട് ഒറ്റയ്ക്ക് സഞ്ചരിക്കുമ്പം രാത്രി പതുങ്ങിയിരിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? നിരായുധയക്കുന്ന മനുഷ്യന്മാരെ വണ്ടി അടിച്ച് താഴെ എന്നിട്ട് വെട്ടിക്കൊല്ലുക. എന്നിട്ട് പറയും CPM എടാ, ഒറ്റ തന്തക്ക് പറഞ്ഞതാണെങ്കിൽ അവിടെ പകല് വെളിച്ചത്തിൽ ഒറ്റക്ക് നേരിടണം. അതല്ലേ വേണ്ടേ? അതല്ലേ ആണത്തം തെളിയിക്കുക. അല്ലാതെ ഇരുട്ടിന്റെ മറവിൽ ആർക്ക് എന്തും ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് കുറെ ഒരു കല്ലെടുത്തൊരു മനുഷ്യൻ ഒറ്റക്ക് യാത്ര ചെയ്യുമ്പോൾ, നടന്നു പോകുമ്പോൾ, ബൈക്കിന്റെ കുഴപ്പം ഏതെങ്കിലും മറക്കുമ്പത്തോ ഒരു കുറച്ച് പൊക്കമുള്ള സ്ഥലത്ത് ഇറങ്ങിയിട്ട് ബാക്കിൽ നോക്കിയിട്ട് അങ്ങ് എറിഞ്ഞാൽ ആൾ വടിയാവും. അതല്ലല്ലോ ആണത്തോ? അതല്ലല്ലോ ചെയ്യണ്ടേ? നിങ്ങൾ പറഞ്ഞല്ലോ, അങ്ങനെ പകല് വെളിച്ചത്തിൽ അവിടെ ഇട്ട് മർദ്ദിച്ചു, ഇവിടെ ഇട്ട് മർദ്ദിച്ചു, അങ്ങനത്തെ നിസ്സാഹനായി ആ പാവം വെള്ളരിപ്രാവായിരുന്നു അവനൊക്കെ ഈ മൊട്ട ഇപ്പം പറയുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ആ മൊട്ടക്ക് പ്രതികാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ മൊട്ട ഒറ്റക്കല്ല ചെയ്യണ്ടേ? അല്ല, മൊട്ട അവൻ ഒറ്റക്കല്ല ചെയ്യണ്ടേ? അല്ലെങ്കിൽ പകല് വെളിച്ചത്തിൽ ചെയ്യണ്ടേ? അപ്പൊ ഇതൊന്നും ചെയ്യാതെ, ഇതൊന്നും ആണുങ്ങൾക്ക് പറഞ്ഞ ആണത്തല്ലടോ. ഇത് ആണും പെണ്ണും കെട്ടൊരു വർഗ്ഗമുണ്ടല്ലോ, പേര് ഞാൻ പറയുന്നില്ല. അവർക്ക് പറ്റിയ പ്രവൃത്തിയായി ചെയ്തത്. അത് വലിയ അങ്ങ് മഹിമയൊന്നും നീ ഉണ്ടാക്കി കൊടുക്കുകയും വേണ്ട കേട്ടാ. അതുകൊണ്ട് തമ്മാടികൾ എന്നും തമ്മാടികൾ തന്നെയാ. ഇനി ഈ പാർട്ടി കേരളത്തിനകത്ത് വേണോ എന്ന് സാധാരണക്കാരായ വീട്ടമ്മമാർ ആലോചിക്കുക. മനസ്സിലായ? കാരണം എന്താ അറിയാം, നിങ്ങൾക്കുണ്ട് കുഞ്ഞുങ്ങളൊക്കെ. ഈ പറയുന്ന വേട്ടാവളിന്, ഈ ന്യായീകരിക്കാൻ വരുന്ന ഈ വേട്ടാവളിനടക്കം കുഞ്ഞുങ്ങളും കുടുംബങ്ങളും ഉണ്ട്. ഇവന്റെ കുഞ്ഞുങ്ങളങ്ങ് അമേരിക്കയിലും ലണ്ടനിലും യൂറോപ്പിലും എവിടെയൊക്കെ പോയിട്ട് സുഖിച്ച് ജീവിക്കുന്നുണ്ടാവും. മനസ്സിലായി? ഇവന്റെ ഒന്നും മക്കൾ ഇന്ന് വരെ ഒരു കൊടി പിടിച്ച ബന്ധം ഉണ്ടാവത്തുണ്ടാവില്ല. ചോദിച്ചു നോക്ക് നിങ്ങൾ, ഉണ്ടോ? എന്നിട്ട് പാവപ്പെട്ടവന്റെ മക്കളെ കൊല്ലാനും വാളെടുക്കാനും പറഞ്ഞങ്ങ് വിടും. അന്നല്ലേ ഒരുത്തം കരയുന്നുണ്ട്, എനിക്ക് പട്ടാളക്കാരനാവാനായിരുന്നു ആഗ്രഹം, എനിക്ക് ഡിഗ്രി എഴുതാനുണ്ടായിരുന്നു, ഡിഗ്രി എഴുതണമെന്നു
എന്നെ തൂക്കിക്കൊല്ലൂ എന്നൊക്കെ കോടതിയോട് പറഞ്ഞോട്ടെ. ഇവനെയൊക്കെ തൂക്കിക്കൊല്ലേണ്ട ആഗ്രഹം തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾക്കുള്ള. പക്ഷെ കോടതി അത് അംഗീകരിച്ചിട്ടില്ല. പിന്നെ അങ്ങനെ പറയാണ്ടായ സാഹചര്യം ഉണ്ടാക്കിയിട്ട് അവൻ തന്നെയല്ലേ. എന്തിനാണോ നിന്റെയൊക്കെ ഈ വേട്ടാവളിയന്മാർ പറയുമ്പോൾ വാളുകൊടുത്ത് റോഡുമ്പിലേക്ക് ഇറങ്ങി ഇപ്പൊ നിന്നെ പോലെ ഇവിടെ ജീവിക്കാൻ അവകാശം റൈറ്റുള്ള ഒരു പാവം പിടിച്ചവനൊക്കെ വെട്ടിക്കൊല്ലുമ്പോ നീയൊക്കെ എന്തേലും ധരിച്ചു വെച്ചത്? നിന്റെ ഈ കുണയ്ക്കുന്ന പാർട്ടി എന്ത് പാർട്ടിയാണ് അതൊക്കെ? CPM എന്ത് CPM എന്തെന്ന്? അവനവനെ പണിയെടുക്കണ പോയിട്ട് കുറെ വേട്ടാവളിയന്മാർ വന്നിട്ട് ഇളക്കി നടക്കൂ. എന്നിട്ട് ആ കൊലയാളികളെ ന്യായീകരിക്കുക. ഊളുപ്പ് കെട്ട വർഗ്ഗങ്ങൾ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഓക്കെ, ഞാൻ ഈ മൊട്ടൻ്റെയോ ആ മറ്റേ എന്താ പറയണ്ട ആ കിഴങ്ങൻ്റെയോ ഒക്കെ ഈ ന്യായീകരണം കേട്ടപ്പോൾ ഒന്ന് പറയണമെന്ന് വെച്ചിട്ട് പറഞ്ഞതാ. ഓക്കെ, ഏതായാലും ഞങ്ങളെ പ്രിയപ്പെട്ട മരണപ്പെട്ടു പോയ കൃപേശിനും ശരത്ലാലിന്റെയും ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, ഇത്രയെങ്കിലും ശിക്ഷ കിട്ടിയതിൽ അത്രയെങ്കിലും സന്തോഷവും. പക്ഷെ ഇതൊന്നും അല്ല വേണ്ടത്. ആ ഒന്നാം പ്രതി ഉണ്ടല്ലോ, ആ വേട്ടാവളിയെ, ആ മറ്റേ എന്താ പറയുന്നത് തന്തയില്ലാത്തവേ, അവനെയൊക്കെ ഈ ഭൂമി ലോകത്ത് ജീവിക്കാനുള്ള ഒരു അർഹത അവനിക്കില്ല. മനസ്സിലായ? എന്നിട്ട് CPM-ന്റെ ഏരിയ കമ്മിറ്റിന്റെ സെക്രട്ടറി ഇവനാര്? എന്തൊക്കെ ഏരിയ കമ്മിറ്റിയുടെ എന്തിനായി പറ്റി? ഇവന്റെ ഒക്കെ ബില്ലെന്തോ ഐക്യരാഷ്ട്രസഭയുടെ ലോക കോടതിന്റെ ജഡ്ജി. എന്തെന്നാണ് ഈ ഇന്ത്യയിലെ വിചാരം?